പണ്ട് തൊട്ടേ ഈ ഭഗവത്ഗീത പിന്നെ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ ഒരു BSc ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും അവിടെ ഒന്നും മനസ്സിലായിട്ടില്ല കാര്യമായിട്ട്. നമുക്ക് ഈ ഗീതയെ വളരെ മോശമായി തന്നെ ഗീതയെ വിമർശിക്കുന്ന ഒരു പക്ഷം, അല്ലെങ്കിൽ ഗീതയുടെ വിമർശനം മോശമോ അല്ലാതെ, ഗീത പെർഫെക്റ്റ് അല്ല, അതിൽ പോരായ്മകളുണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇല്ലാത്തൊരു കാര്യം അതിനകത്ത് കണ്ടുപിടിക്കാൻ. വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ വായിച്ചിട്ടുള്ളത് തടി കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിരുന്നു. കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതെന്തായിരുന്നു അങ്ങനെ? ഇപ്പം നേരെ തിരിച്ചു പിന്നെയും പൊക്കോണ്ടിരിക്കുക, സമ്മതിച്ചേ പറ്റൂ. പോലീസ് കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് മാറാം. സാറിൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പരിപാടിയിൽ സാറ് നേരത്തെ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു എന്ന് സാറിൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ സാറിന് വന്ന മാറ്റം ഒക്കെ അദ്ദേഹം വന്ന് ആ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ആയിരുന്നു? അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യകാലങ്ങളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ പിന്നെ സംഘത്തിൻ്റെ ശാഖയിലൊക്കെ പോയിട്ടുണ്ട്, പലവണ പോയിട്ടുണ്ട്. എൻ്റെ മനസ്സുകൊണ്ട് ഇപ്പോഴും എനിക്ക് സംഘത്തിൻ്റെ പല നല്ല വശങ്ങളോട് വളരെ ബഹുമാനമാണ്, ഒരുപാട് കാര്യങ്ങളോട് വളരെ ബഹുമാനമാണ്, അതിൽ ആദർശങ്ങളോട് ഒക്കെ വളരെ. പക്ഷേ എന്നാൽ പോലും ഞാൻ അതേസമയം പിന്നെ എന്താണ് ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോൾ നമ്മൾ പല സംവാദങ്ങളിലൊക്കെ പോകുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ സംവാദത്തിന്. അപ്പോൾ അങ്ങനെ ക്രമേണ അവർ പലരുമായിട്ട് സംസാരിച്ച് ഒരു നിരീശ്വരവാദത്തിലേക്ക് വന്നു. അതെനിക്ക് 100% ഉറപ്പുണ്ടായിട്ടല്ല നിരീശ്വരവാദം വന്നു, പക്ഷേ എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആയതാണ്. എനിക്ക് ഈശ്വരവിശ്വാസത്തിനെ സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല അവരോട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിലേക്ക് വന്നു. അതുമായിട്ട് അവരൊക്കെ തന്നെ ഇടതുപക്ഷത്തിൽ തന്നെ മറ്റേ CPM-നോട് തന്നെ ഒരു ഇഷ്ടക്കേടുള്ളവർ, അതിൽ നിന്നപ്പുറത്ത് അത് വേണ്ടത്ര ആയില്ല, അതല്ലെങ്കിൽ അവർ തീവ്രമായ ലൈനിൽ നിന്ന് മാറുന്നു. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് നീങ്ങി വളരെ ആത്മാർത്ഥതയുള്ള ഒരു വിഭാഗത്തിലാണ് ഞാൻ വന്നത്. അപ്പം വളരെ കാര്യമായിട്ട് തന്നെ അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചിരുന്നു BSc പഠിക്കുമ്പോൾ. പക്ഷെ അപ്പോൾ ക്രമേണ മനസ്സിലായി അതിലും പോരായ്മകളുണ്ട്, അതിൽ ആശയത്തിന് ആദർശത്തിന് പോരായ്മയുണ്ട്, ബേസിക് പോരായ്മയുണ്ട്. പിന്നെ ആ പ്രവർത്തനം എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ആഴ്ച പോകുമ്പോൾ പലപ്പോഴും അത്ര ആത്മാർത്ഥത ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രമേണ അതിൽ നിന്ന് മനസ്സിലായി. ചിലരൊക്കെ അതിൽ തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുമുണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ചിലരൊക്കെ അത് പിന്നെ മാറ്റം വരാം. പക്ഷേ നമുക്ക് ആ ഒരു എപ്പോഴൊരു എന്താണ് പറഞ്ഞത്, സത്യത്തിനോടുള്ളൊരു ഇതുണ്ടായിരുന്നു. നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സത്യവിരുദ്ധമായി ചിലത് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചിട്ട് അതിൽ തന്നെ അങ്ങനെ പറ്റില്ല. അപ്പം അതിൽ നിന്ന് ആ സത്യാന്വേഷി ആയതുകൊണ്ട് അവിടെ ഇല്ല ഈ ഉപനിഷത്തിൽ പറയില്ല നേതി ഇതല്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നെ നീങ്ങി. അങ്ങനെ ആണ് ഞാൻ പിന്നെ പല കാര്യങ്ങൾ അവരെ ബഹുമാനിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പല കാര്യങ്ങളിൽ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ അതിൽ ഞാൻ ക്രമേണ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ എനിക്ക് പിന്നെ സംഘത്തിൻ്റെ ആദർശങ്ങളോട് ഒരുപാട് യോജിപ്പുണ്ട്. പക്ഷേ എന്നാൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ നല്ല കാര്യങ്ങളോട് എനിക്ക് ഇഷ്ടവുമുണ്ട്. ഈ ഒരു എഴുത്തിലേക്ക് തിരിഞ്ഞത്, അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത ഒരു വിഷയമായി എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പുസ്തകമാണെന്ന് തോന്നുന്നു ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട്. ഗീതയിലെ ജാതി വിചാരം രണ്ടാമത്തെ പുസ്തകം, അവിടെ വെച്ചാണല്ലോ നമ്മൾ. അതെ. അപ്പോൾ ആ ഒരു ഭഗവത്ഗീതയെ ഒരു പഠന വിഷയമാക്കിയത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു? അത് എനിക്കൊരു എന്താ പറയണ്ടേ, അതൊരു ആലോചിച്ച് വന്ന കാര്യമല്ല, സ്വയം വന്നു പോയതാണ്. പണ്ട് തൊട്ടേ ഈ ഭഗവത്ഗീത പിന്നെ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ ഒരു BSc ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും അവിടെ ഒന്നും മനസ്സിലായിട്ടില്ല കാര്യമായിട്ട്. ചെറിയായിട്ടുള്ളൊരു വ്യാഖ്യാനം കൂടെ ഉള്ള പുസ്തകമായിരിക്കും, അതങ്ങനെ മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ 3 വർഷം സംസ്കൃതം പഠിച്ചതാണ്, 8ാം ക്ലാസ് തൊട്ട് 3 വർഷം സ്കൂളിൽ, പിന്നെ മലയാളത്തിന് പകരം. പിന്നെ അതുപോലെ തന്നെ ബോംബെയിലെ സംസ്കൃത വിദ്യാപീഠ ഭാരതീയ വിദ്യാഭവൻ്റെ അവരുടെ 2 കോഴ്സ് പ്രാഥമിക് പിന്നെ 2 കോഴ്സ് വേറൊരിടത്ത് ട്യൂഷൻ ചേർന്ന് 8ലും 9ലും പഠിക്കുമ്പോൾ തന്നെ 8ലും 9ലും 10ലും പഠിക്കുമ്പോൾ അത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങനൊരു ബേസ് ഉണ്ട്. പക്ഷെ എന്നാലും ഗീത തന്നെ വായിച്ച് മനസ്സിലാക്കാൻ അത്രയും പറ്റില്ല. പിന്നെ വ്യാഖ്യാനം പലതും ഓരോ ലൈനിലായിരിക്കും, ഓരോരുത്തർ അവരവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വ്യാഖ്യാനം, അവരുടെ ആശയഗതി അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് ചെയ്യുന്നത്. ഭഗവത്ഗീതയും അങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടതും. കാര്യം തിലകൻ ഉപയോഗിച്ചു, ഗാന്ധിജി, അവരെല്ലാവരും അവരുടെ ഒരുപക്ഷെ ഇത്രയും വ്യത്യസ്തമായി ഉപയോഗിക്കപ്പെടുന്ന ഗ്രന്ഥം വളരെ കുറവായിരിക്കും. അപ്പോൾ പണ്ട് തൊട്ടേ തന്നെ ഇപ്പോൾ ശങ്കരാചാര്യർ അദ്വൈതത്തിന് അനുകൂലമായിട്ട്, അതിനുശേഷം രാമാനുജാര്യർ വിശിഷ്ടാദ്വൈതത്തിന്, ഇങ്ങനെ പിന്നെ മാറി ഉണ്ടായിരുന്നു.
പക്ഷെ അപ്പോൾ അത് ഓരോരുത്തരും 100% അവരുടെ അനുകൂലമായിട്ട് പറ്റാത്ത കാര്യങ്ങളെ അവർ ഡിസ്റ്റോർട്ട് ചെയ്യും. ഈ ശങ്കരാചാര്യർ ഉൾപ്പെടെ ഇവരൊക്കെ ചെയ്യുന്ന നമുക്ക് പ്രകടമായിട്ട് അറിയാം. അവർ അതിനെ വളച്ചൊടിച്ച് അതിനെങ്ങനെയോ അവർ ഇതിലിടാം. അതായത് ഗീതയോടുള്ള കൂറിനേക്കാളും അവരുടെ ആശയഗതിയോടാണ് അവർക്ക് കൂടുതലുള്ളത്. അതിനുവേണ്ടി ഗീതയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അപ്പോൾ എനിക്ക് തൃപ്തി വരുന്നില്ല. ശരിയായ ഒരു നല്ലൊരു ഗീത കിട്ടണം, ഗീത കാര്യമായി പഠിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ ഒരു അങ്ങനെ വന്നത് ഈ മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോഴാണ് ഞാൻ MSc പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ പോയി, 2-3 ദിവസത്തേക്ക് ഡൽഹി പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ എന്താണ് CSIR-ൻ്റെ എക്സാം എഴുതാനായിരുന്നു, റിസർച്ചിനുള്ള. ഞങ്ങൾ 4-5 പേര് സുഹൃത്തുക്കൾ മലയാളികളാണ് എല്ലാവരുടെ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഓരോരുത്തർ അവിടെ അന്വേഷിച്ചു. അപ്പോൾ എനിക്കെന്തോ ഒരു പുതുതായി എനിക്ക് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി വേണം. ഒരുപാട് നടന്ന് അവസാനം ഒരു കോപ്പി കിട്ടി. ചെറിയ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷനുണ്ട്, വളരെ ചെറുതായ ട്രാൻസ്ലേഷൻ. അത് ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ ഈ കുറേ ചെറുപ്പക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ ആ കടക്കാരൻ ഇങ്ങനെ അത്ഭുതപ്പെടുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൂ. അയക്കെന്തോ ഒരു സംശയം വന്ന പോലെ എന്ത് വേണം ഗീത അവിടെ ഗീതയില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ആ ബുക്ക് സ്റ്റോൾ വേറെ ബുക്ക് സ്റ്റോൾ. അപ്പം ഒരു സംശയത്തോടെ എന്നാൽ അവസാനം ഒരാൾ എടുത്ത് തന്നു, അത് കിട്ടി. അപ്പോൾ അന്നോട്ട് ആ ഗീത അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോയി. അപ്പോൾ അത് അന്നോട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. IPS ചെയ്യുന്നപ്പോൾ എപ്പോഴും എന്നും ഒരു ശ്ലോകം വായിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കതിനെ കൂടുതലായിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊസാംബിക്കിൽ UN പീസ് കീപ്പിങ്ങിൽ പോയി 1994. കൽക്കട്ട പോലീസിലായിരിക്കുമ്പോഴായിരുന്നു. 8 മാസത്തോളം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കൂടുതൽ സമയം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടുന്ന് ഭഗവത്ഗീതയുടെ സ്വാമി ഗംഭീരാനന്ദജിയുടെ ഒരു വലിയ വ്യാഖ്യാനമാണ് രാമകൃഷ്ണ മിഷൻ അദ്ദേഹത്തിൻ്റെ, അതും പിന്നെ വേറെ ഒരു എന്താണ് സുരേന്ദ്രനാഥ് ദാസ്ഗുപ്തയുടെ എലിമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ് അങ്ങനെ അത് 2-3 പുസ്തകങ്ങൾ. പേര് എക്സാക്ട്ലി അതല്ല, ഞാൻ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അത് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാനവിടെ നിന്ന് എഴുതുകയും അത് ഓരോന്ന് പകർത്തി എഴുതി ഭഗവത്ഗീത ഇതിങ്ങനെ ആയിരിക്കും, ഈ എൻ്റെ ആ സംസ്കൃത വാക്കിന് എങ്ങനെ ഇവിടെ വരുന്നു, ഈ അർത്ഥം അത് വേറൊരു ശ്ലോകത്തിൽ വരുമ്പോൾ വേറൊരു അർത്ഥമാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതെന്ത് എല്ലായിടത്തും ഒരു കോൺസിസ്റ്റൻ്റ് അർത്ഥം വേണം, അല്ലെങ്കിൽ ഒരു റീസൺ വേണം. ഒരു ശ്ലോകത്തിൽ ഒന്ന് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ നേരെ തിരിച്ചുള്ള അർത്ഥം എടുത്താണ് അതിനെ ന്യായീകരിക്കുന്നത്. എല്ലാം കൂടെ ആ ഒരു യോജിച്ച് പോകുന്നില്ല പല വ്യാകരണങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ അത് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ലതായിട്ട് തോന്നുകയും ചെയ്തു. പക്ഷെ അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അന്ന് തിരിച്ചു വന്ന ശേഷം പിന്നെ സമയം ഉണ്ടായില്ല. അവസാനം ഞാൻ DIG ആം പോലീസായ കാര്യം പറഞ്ഞായിരുന്നു. നോർത്ത് 24 പെർഗൻസിന് പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ പോയി 4 മാസം കഴിയുമ്പോൾ പ്രൊമോഷനായി. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സമയം കിട്ടി. DIG ആം പോലീസിന് വലിയ ജോലിയൊന്നും ഞാൻ മാക്സിമം എൻ്റെ ജോലി ഒരിക്കലും എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല, അതിനുവേണ്ടി മാക്സിമം ഡിവോട്ട് ചെയ്യാമെന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ അതിൽ ഗീതയിലെ കർമ്മയോഗത്തിൻ്റെ ഒരു അംശം എപ്പോഴും മനസ്സിൽ കിടന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളിലെല്ലാവരും ഉണ്ട്, അത് വായിക്കണം എന്ന് പോലില്ല. നമ്മളൊക്കെ നമ്മുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ പോലും അവിടെ സമയം ബാക്കി. മറ്റിടത്തൊക്കെ അങ്ങനെ ചെയ്തു വരുമ്പോൾ സമയം ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അത് പിന്നെ ഈ ഗീതയുടെ ഒരു പല വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് ഡോക്ടർ രാധാകൃഷ്ണനുണ്ടായത് വേറെ അപ്പോൾ 3-4 വ്യാഖ്യാനങ്ങൾ എടുത്തു. അതിൽ നിന്നെല്ലാം കൂടെ ചേർന്ന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് അംഗീകരിക്കാവുന്ന ഓരോ ശ്ലോകത്തിനും ഒരിടത്തുനിന്ന്, അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിന് 2 ഇടത്തുനിന്ന് തന്നെ ചേർത്ത് അങ്ങനെ എഴുതാമെന്ന് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വൈഫൊക്കെ അന്ന് കൽക്കട്ടയായിരുന്നു, ഫാദർ-ഇൻ-ലോ ഞങ്ങളുടെ കൂടെ തന്നെ. അപ്പം അവർ അവധിക്ക് ദുർഗാപൂജ അവധിക്ക് വന്നു, ഇവിടെ ദുർഗാപൂർ. അപ്പോൾ അവിടെ ഫാദർ-ഇൻ-ലോ ആണ് എന്നോട് പറഞ്ഞത് ഇത് ഒരു പുസ്തകമാക്കണം. ഞാൻ ഓൾമോസ്റ്റ് എഴുതി കഴിഞ്ഞിരുന്നു, ഒരു ഡയറി ഓൾമോസ്റ്റ് മുഴുവൻ എല്ലാ ശ്ലോകങ്ങളും. അപ്പം അങ്ങനെ എൻ്റെ സ്വന്തം അഭിപ്രായം അവിടെ കുറച്ച് എനിക്കപ്പോൾ തോന്നിയതും ഒക്കെ. അപ്പം അത് ഒരു ശ്ലോകമായിട്ടായിരുന്നു എൻ്റെ അർത്ഥമായിട്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി പുസ്തകമാക്കാം. അപ്പോൾ ഓരോ ആസ്പെക്ട്സ് മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഭഗവത്ഗീതയിൽ തന്നെയുള്ള എനിക്കറിയാവുന്ന പോലെ ഇപ്പോൾ അതിനകത്ത് ഒരു ഷഡ് ഋപുക്കളെ പറ്റി പറയുന്നു, 3 ഋപുക്കളെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്, അപ്പോൾ അത് വേറെ കുറച്ചുകൂടെ നോക്കി. അപ്പം ഇങ്ങനെ ഓരോ ടെക്നിക്കൽ വാക്കുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്ന് അവസാനം അതാണ് ഈ പ്രപഞ്ച രൂപരേഖ ഗീതയിൽ വന്നപ്പോൾ മൊത്തം പ്രപഞ്ചത്തിൻ്റെ സംവിധാനവും ഈശ്വരനെ സൃഷ്ടിച്ചതും. അപ്പോൾ ഈശ്വര വിശ്വാസത്തേക്ക് വളരെയധികം വന്നു. ഞാനൊരു BSc കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ 100% അതിൽ വന്നു. അന്ന് 100% ഞാൻ ഒരു ഇന്ത്യയിലെ വിപ്ലവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്ന പോലെ 100% ഇതിലുമാണ്. പക്ഷെ അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ഈശ്വരൻ്റെ ഇതുകൊണ്ടായിരിക്കാം എൻ്റെ ധ്യാനങ്ങളും ഒക്കെ കൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈശ്വരൻ നമ്മൾക്കെല്ലാം ഓരോ ഇത് തരും. അപ്പോൾ അതുപോലെ ഓരോ അറിവ് തന്നുകൊണ്ടേ ഇരിക്കുന്ന എനിക്ക് അങ്ങനെ തന്ന കുറച്ച് അറിവുകൾ അതിൽ എൻ്റെ കഴിവുകേട് കൊണ്ടതിൽ ഒരുപാട് നഷ്ടപ്പെട്ടു. കിട്ടിയതിൽ ഞാൻ മനസ്സിലാക്കിയത് തെറ്റുകളോടുകൂടി എഴുതിയതാണ് ആ പുസ്തകം, ഇപ്പോൾ 2ാമത് എഴുതിയ പുസ്തകം.
ഈ ഗീതയിലെ ജാതി വിചാരം, പ്രത്യേകിച്ചും ഭഗവത്ഗീത നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി ആയാലും തിലകനായാലും അരവിന്ദോ ആയാലും ഇവരെ എല്ലാവരും ഓരോരോ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമൊക്കെ ഗീതയിൽ ഇത്, അതുപോലെ തന്നെ ഗീതയ്ക്കെതിരെയും ഏറ്റവും കൂടുതൽ ജാതി പറഞ്ഞ് ഗീതയിൽ ജാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇത് അതിനെതിരെ വിമർശകരും ഉന്നയിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ആ പേര് തന്നെ വന്നത് ഈ ഒരു ചിന്തയോടുകൂടിയാണോ ആ പേര് തന്നെ ഇട്ട് ഇതിൻ്റെ ഒരു യഥാർത്ഥമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഗീതയെ അതൊരു പെർഫെക്റ്റ് പുസ്തകമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തൊന്നും തന്നെ പെർഫെക്റ്റ് അല്ല. കാരണം ഈശ്വരൻ്റെ പിന്നെ ഒരു സത്യാന്വേഷിയായ ഒരു വ്യക്തിക്ക് ഈശ്വരൻ പിന്നെ അറിവിൻ്റെ രത്നങ്ങൾ കൊടുക്കും. പക്ഷേ ആ വ്യക്തി അത് എഴുതുമ്പോൾ അതിൽ ചിലതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും. മാത്രമല്ല അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അവിടെ ചിലത് വരും. പിന്നെ അതിനുശേഷം തലമുറകൾക്ക് ശേഷം അന്നൊക്കെ ഈ പണ്ട് ഒരു ഗീതാകാരൻ എഴുതിയ വ്യക്തി അദ്ദേഹം സൃഷ്ടി ചെയ്യുമ്പോൾ പലരും പകർത്തി എഴുതും, അല്ലെങ്കിൽ പിന്നീട് ചിലതിനകത്ത് ചേർത്തെന്നിരിക്കാം. പക്ഷേ ഗീതയിൽ ചില ചേർപ്പലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഈ നമ്മുടെ പൂർവ്വപക്ഷം ഞാൻ എൻ്റെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഗീതയെ വളരെ മോശമായി തന്നെ ഗീതയെ വിമർശിക്കുന്ന ഒരു പക്ഷം, അല്ലെങ്കിൽ ഗീതയുടെ വിമർശകം മോശമോ അല്ലാതെ. അപ്പോൾ അവരെപ്പോഴും പറയുന്നതനുസരിച്ച് ഗീത പലരും ചേർത്ത് എഴുതിയതാണ്. പല അക്കാഡമിഷ്യൻസ് ഇങ്ങനെ ഒരുപാട് പേര്, എത്ര എന്ന് പറയുന്നില്ല, അത് ഒത്തിരി പേര്, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവില്ല. ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൽ പിന്നെ കുറച്ച് കൂട്ടിച്ചേർക്കലുണ്ടാവാം. പക്ഷേ ഇങ്ങനെ മുഴുവൻ ഒരു അവിയൽ പോലെ ഒരു 50 പേര് ചേർന്ന് ഒരു പുസ്തകം ഉണ്ടാവില്ല. ഒരാൾ എഴുതി അത് പ്രസിദ്ധമാകുമ്പോൾ, അല്ലെങ്കിൽ അത് ഒരു എന്താണ് ദിവ്യ പുസ്തകമായി അംഗീകരിക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾ എഴുതാൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ ആശയങ്ങളോട് ദിവ്യമാണല്ലോ എന്ന് വിചാരിച്ച ആൾ അംഗീകരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ചേർത്തുന്നിരിക്കും. പക്ഷെ അത് ഒരു പിന്നെ ഈ പ്രചാരം കിട്ടിയ ഒരു പുസ്തകമാകുമ്പോൾ അതിന് അത്രയും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഗീതയിൽ ഒരു ശ്ലോകം ആർക്കും ചേർക്കാൻ പറ്റില്ല. ശങ്കരാചാര്യരുടെ സമയം തൊട്ടോ അതിന് ഒരു 400 വർഷം മുമ്പ് തന്നെ ആദ്യത്തെ വ്യാഖ്യാതാവ് വന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്ന് തൊട്ട് തന്നെ ഇതിന് മാറ്റം വരാൻ പ്രയാസമാണ്. പക്ഷേ ഇവിടെ ചിലപ്പോൾ പകർത്തി എഴുതുമ്പോൾ കുറച്ച് മാറും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അതിനെ കുറേ ഡിസ്റ്റോർട്ട് ചെയ്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷേ എന്തായാലും അതൊരു സത്യാന്വേഷിയുടെ സൃഷ്ടിയാണ്. ആ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അത് ഒരു പിന്നെ സാമൂഹ്യ അനാചാരത്തിനെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ കുറേ നിക്ഷിപ്ത താല്പര്യങ്ങളെ സഹായിക്കാൻ വേണ്ടി എഴുതിയതല്ല. അങ്ങനെയല്ല. അതാണെങ്കിൽ അതിങ്ങനെ നിൽക്കുകയുമില്ല. അതിനെ വായിക്കുന്നതോടെ നമ്മളെ ഓരോ സമയം നമ്മളെ എങ്ങനെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകും. അത്ര ആഴത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതൊരിക്കലും ഒരു വ്യവസായമൊക്കെ ഒരു കച്ചവട മനോഭാവത്തോടെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ സ്വന്തം വിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞ് വരുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അതിൽ ആ ഈശ്വരൻ്റെ ടച്ചേ പോവും. നമ്മൾ ഈശ്വരനിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഒരു ഡെഡിക്കേഷനായി ഈശ്വരനിലൊരു അർച്ചന പോലെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ ഒരു ശരിയായ ഒരു ആഴം വരുന്നത്. ആ ആഴം ഗീതയിലുണ്ട്. ഉപനിഷത്തുകളിലൊക്കെയുള്ള ഉപനിഷത്തുകൾ സത്യാന്വേഷണമാണ്. ആ സത്യാന്വേഷണങ്ങളുടെ എല്ലാം ഒരു പിന്തുടർച്ചയാണ് ഗീത. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഗീതയിൽ ഒരിക്കലും ഒരു ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമല്ല. പക്ഷേ ഏത് ഗ്രന്ഥമായാലും അന്നത്തെ അതാത് ഗ്രന്ഥം എഴുതിയ സാഹചര്യങ്ങളിൽ നിന്ന് മോചനമില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് എഴുതുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ അതിനകത്ത് ഒരു നോവൽ എഴുതാൻ, ഒരു മഹത്തായ ഒരു നോവൽ എഴുതാൻ, ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു നോവൽ എഴുതാൻ, അതിനകത്തും ചിലപ്പം ഒരു ഫാക്ടറി മുതലാളി കാണും. അവിടെ തൊഴിലാളികളെ ചിലപ്പം പിരിച്ചു വിട്ടെന്നിരിക്കും. അവിടെ അന്യായങ്ങൾ അവിടെ നടക്കും. അങ്ങനെ അപ്പോൾ എന്നുവെച്ചാൽ അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണമെന്നില്ല. ആ സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം, അദ്ദേഹത്തിൻ്റെ ദർശനം വേറൊന്നാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ അങ്ങനെ. അപ്പോൾ പണ്ട് അടിമത്തം നിലനിന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അന്ന് അടിമത്തത്തിൻ്റെ സാഹചര്യത്തിന് എഴുതുമ്പം അത് അയാൾ ഒരു വിപ്ലവകാരി ആകണമെന്ന് നിർബന്ധമില്ല. ആയിരുന്നെങ്കിൽ വളരെ നല്ല അടിമത്തത്തിന് എതിരായി എഴുതിയെന്ന് പറയാം. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നില്ല. അതിനകത്ത് നിന്നുകൊണ്ടായിരിക്കും അങ്ങനെയുടെ ദർശനങ്ങളൊക്കെ വരുന്നത്. ചിലപ്പോൾ അതിനെ എങ്ങനെ മോഡിഫൈ, എങ്ങനെ നന്നാക്കാം എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് മാത്രം അദ്ദേഹം അടിമത്തത്തിൻ്റെ വക്താവാകുന്നില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഗീതയിൽ എന്തുകൊണ്ടും ഇത് ജാതിയുടെ ആണെന്ന് പറയുന്നത് വേറൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് കൊണ്ടൊക്കെ ആളുകൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഗീതയെ എങ്ങനെയെങ്കിലും താത്തുക എന്നുള്ള, കാരണം അത് വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ജാതി എന്നുള്ള ശബ്ദം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അർജുനൻ പറയുന്നതുമാണ്. ആ അർജുനൻ വേറെ പലതും പറയുന്നുണ്ട്. പല പിണ്ടാടിയന്തരം ചെയ്തില്ലെങ്കിൽ ആത്മാക്കൾ താഴേക്ക് വീഴും, അവിടെ നിലനിൽക്കുന്ന അവരുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ടൊന്നുമല്ല, നമ്മളുടെ അനന്തരാവകാശികൾ പിണ്ടവരെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ഈ യുദ്ധം നടന്നാൽ അവരൊക്കെ മരിക്കും. അത്രയും അവരുടെ ഭാര്യമാരൊക്കെ കുലസ്ത്രീകളൊക്കെ ക്ഷയിച്ചു പോകും. അപ്പം അർജുനനാണ് ജാതിയുടെയും ഒക്കെ ഈ ധർമ്മത്തിൻ്റെയും സനാതനമായ കുലധർമ്മവും ജാതിധർമ്മവും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് അല്ല, അന്നത്തെ കൺസർവേറ്റീവ് സ്റ്റാൻഡിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്.
കാരണം അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു, അദ്ദേഹം ഇതിനത്രേ അറിയാവൂ, അത് അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നു സമൂഹത്തിൻ്റെ അന്നത്തെ ഒരു ജനറൽ ഒരു അന്നത്തെ ഒരു വിജ്ഞാനിയായ ഒരു വ്യക്തിക്ക് തോന്നുന്ന പോലെ അദ്ദേഹം പറഞ്ഞു എന്താണ് നടക്കുന്നത്, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പിണ്ടവഴിയൊന്നും ചെയ്തില്ലേ പറ്റില്ല, ഈ യുദ്ധം വേണ്ട, യുദ്ധം ഉണ്ടെങ്കിൽ ഇവരെല്ലാം മരിക്കും, ആ മരിക്കുന്ന താണജാതിക്കാരൊന്നുമല്ല, എൻ്റെ ബന്ധുക്കളും ബ്രാഹ്മണരും ക്ഷത്രിയരുമായിട്ടുള്ളവരും ഗുരുക്കന്മാരും ഒക്കെയാണ്. പക്ഷേ ഇവർ നമ്മുടെ പൂർവവർഷം പ്രൊജക്റ്റ് ചെയ്യുന്നതനുസരിച്ച് കൃഷ്ണൻ കൃഷ്ണനാണ് ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. കൃഷ്ണൻ ഇതിനെയൊക്കെ നിരസിക്കുകയാണ്. അർജുനൻ പറഞ്ഞു ഓരോ ഇതിനെയും നിരസിക്കുന്നുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുമുണ്ട്. ഓരോ ആർഗ്യുമെൻറ്റിലെയും ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ കൊണ്ടാണ്, അവനവൻ്റെ കർമ്മങ്ങൾ കൊണ്ടാണ് അവർക്കൊരു ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അൾട്ടിമേറ്റ് എല്ലാ സിദ്ധികളും കിട്ടുന്നത്, എല്ലാ പുരോഗതിയും കിട്ടുന്നത്. അവനവൻ്റെ കർമ്മം കൊണ്ടാണ് താഴേക്ക് പോകുന്നതല്ല. അത് വളരെ ക്ലിയർ. ഉദ്ധരേത് ആത്മനാത്മാൻ, സ്വയം ഉദ്ധരിക്കണം. അത് വേറൊരു എൻ്റെ 10 തലമുറ താഴെയുള്ള ഒരു റിലീജിയസ് ഒരു റിച്വൽ ചെയ്യുന്നതുകൊണ്ടല്ല എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ വേറെ ഒരു പുനർജന്മം ഉണ്ടായി, അത് ഇവിടെ ഞാൻ പോയി ആ ദർശനമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ അർജുനൻ പറഞ്ഞതിനെല്ലാം ഈ കുലധർമ്മവും ഈ ജാതിധർമ്മവും ഈ കുലസ്ത്രീകൾ ക്ഷയിക്കും എന്നൊക്കെ പറഞ്ഞ എല്ലാം അദ്ദേഹം അതൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം അതിനെ എതിർക്കുന്നില്ല. അദ്ദേഹം പിന്നെ യുദ്ധം ചെയ്യാനാണ് പറയും. കൃഷ്ണൻ ജാതിക്കും മുന്നോക്കക്കാർക്കും അനുകൂലമാണ് എങ്കിൽ ഈ മുന്നോക്കക്കാരായ പുരുഷന്മാരെ എല്ലാം കൂടെ കൊല്ലേണ്ട ആവശ്യമില്ല, അവരുടെ സ്ത്രീകളൊക്കെ നമ്മുടെ ജാതി വിട്ട് താഴോട്ട് പോകുന്ന ഏറ്റവും വലിയ ദുഃഖമായി. എന്നാൽ വേണ്ട, എന്നാൽ യുദ്ധം വേണ്ട, അർജുന തിരിച്ചു വരാമെന്ന്. എന്നിട്ട് അത് ഏറ്റവും വികലമായിട്ടുള്ളൊരു ഇതാണ്, അത് സത്യവിരുദ്ധമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാനതിനെ എതിർക്കുമ്പോൾ സത്യത്തിൽ ബേസ് ചെയ്ത് പറയും. അത് ഗീത പെർഫെക്റ്റ് അല്ല, അതിൽ പോരായ്മകളുണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇല്ലാത്തൊരു കാര്യം അതിനകത്ത് കണ്ടുപിടിക്കരുത്. അങ്ങനെയാണ് ആ ഒരു പുസ്തകത്തിലേക്ക് എത്തുന്നത്. അത് ഞാൻ ആദ്യത്തെ പുസ്തകം ഇതിൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കൂടിയുള്ള ഗീതയിലുള്ള ഈ ബ്രഹ്മവിദ്യ എന്നൊരു പോർഷനുണ്ട്. പൊതുവെ എല്ലാ അധ്യായങ്ങളും 18 അധ്യായങ്ങൾ എല്ലാം തന്നെ ഇതം ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീമദ് ഭഗവത്ഗീത സുപനിഷത്സു എന്ന് പറഞ്ഞാണ് അതിൻ്റെ അവസാനം. കൊളോഫൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഒരെണ്ണമുണ്ട്. കൊളോഫൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിലാണിത്. കൃഷ്ണാർജുന സംവാദി എന്ന് പറഞ്ഞ് അങ്ങനെ അതിലെ പ്രഥമാധ്യായം സമാപ്തം, അങ്ങനെ അതിനകത്ത് എഴുതി. അത് പിന്നീട് ആരോ ചേർത്തതാണ്, ഗീതാകാരൻ ചെയ്തതല്ല തീർച്ചയായിട്ടും. പക്ഷേ അപ്പോൾ അത് മധുസൂദന സരസ്വതിയാണ് അങ്ങനെ ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. ഓരോ അധ്യായങ്ങൾക്കും ഓരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. അതേ അർജുന വിഷാദയോഗം, ഇത് ഗീതാകാരൻ കൊടുത്തതല്ല എന്നും ധരിക്കപ്പെടുന്നുണ്ട്. അപ്പം അതൊരു എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രഹ്മവിദ്യ എന്നൊരു പോർഷനുണ്ട്, യോഗശാസ്ത്രം വേറൊരു പോർഷനുണ്ട്. അതിങ്ങനെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് DNA-യുടെ ഹെലിക്സ്, ഡബിൾ ഹെലിക്സ് പോലെയാണ് എൻ്റെ പ്രപഞ്ചരൂപയിൽ എഴുതിയത്. അത് രണ്ടിങ്ങനെ മാറും, ഇങ്ങനെ കിടക്കുക DNA 2 ഹെലിക്സുകളുള്ളവർ. അതുപോലെ അതിലെല്ലായിടത്തും ഉണ്ട്. ഓരോ ശ്ലോകത്തിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ചില ശ്ലോകങ്ങൾ ബ്രഹ്മവിദ്യാപരമായിട്ട്, ചിലത് യോഗശാസ്ത്രം. അപ്പോൾ ബ്രഹ്മവിദ്യാപരമായിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് പ്രപഞ്ചരൂപരേഖ എന്ന് പറഞ്ഞ് എഴുതിയത്. അത് എത്ര ശരിയെന്ന് എനിക്കറിയാം. പക്ഷേ ബാക്കി യോഗശാസ്ത്രം എഴുതാമെന്ന് തന്നെ എഴുതിയിരുന്നു, അതിനകത്ത് തന്നെ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതിനെപ്പറ്റി എഴുതാൻ ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ടൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ആദ്യം പ്രപഞ്ചരൂപയുടെ 3ാമത്തെ എഡിഷൻ ഒരു 75 പേജ് മാറ്റി, വേറൊരു 75 പേജോളം അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി, 75 പേര് പുതുതായിട്ട് ചേർത്തു, 75 പേജ് മാറ്റി, അങ്ങനെയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അടുത്ത വർക്കായിട്ട് ഞാനിപ്പം എനിക്ക് എൻ്റെ എങ്ങനെയോ അതും ഇതുപോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ വന്നു ഈ വിഷയത്തെപ്പറ്റി എഴുതാം. അങ്ങനെയാണ് കലാകൗമുദിയിൽ 6 ലക്കങ്ങളായി എഴുതിയത്. പിന്നെ അതിനെ ഒരു പുസ്തകമാക്കിയാൽ കൊള്ളാം തോന്നി. അങ്ങനെ അതിൽ നിന്ന് അപ്പം അതിനുള്ള അത്രയും വസ്തുതകളില്ല. അപ്പോൾ ഇങ്ങനെ ആ ധ്യാനത്തിൽ കൂടെ പരിശ്രമത്തിൽ കൂടെ ഈശ്വരാനുഗ്രഹമായിട്ട് കിട്ടി വന്നത് ഇപ്പം 370 പേജും മൊത്തം ഇൻഡെക്സൊക്കെ 416 പേജുമായി. അപ്പം എനിക്ക് സന്തോഷമുണ്ട് അതിനകത്ത്. ഒരു കർമ്മയോഗത്തിൻ്റെ ഒരു 3 പതിറ്റാണ്ടുകൾ അതിനുശേഷം ജ്ഞാനയോഗവും ഭക്തിയോഗവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അടുത്ത സമയം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താണ് ഇനി അങ്ങ് ഈ എഴുത്തിൻ്റെ മേഖലയിൽ ഇനിയുള്ള? എല്ലാം ഈശ്വരനിശ്ചയമാണ്. ഈശ്വരൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളായിട്ട് ചെയ്യുന്നതിനൊന്നും വലിയ നിലനിൽപ്പുണ്ടാവില്ല, അതിലർത്ഥവുമില്ല. നമ്മൾ പ്രശസ്തിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഒന്നും അങ്ങനെ ആകുമ്പോൾ അതിനകത്തുള്ള ഒരു കളങ്കം വരും. നമ്മൾ 100% ഈശ്വരനോട് ഈശ്വരൻ്റെ ഒരു നിയോഗം പോലെ എനിക്ക് ഗീതയെപ്പറ്റി ഇനി എഴുതണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹിംസാത്മകതയും ധാർമ്മികതയും ഗീതയിൽ നിന്നുള്ള ഒരു വിഷയത്തെ ഞാൻ എഴുതുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ പൂർവപക്ഷം ഗീതയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതിൽ ഈ യുദ്ധം ചെയ്യാൻ പറയുന്നു. അതെ, ഒന്ന് ജാതി, രണ്ടാമത്തേത് ഹിംസ എന്നുള്ളതാണ്. അപ്പം അധാർമികവുമാണ്, ധാർമ്മികമായ യുദ്ധം പോലും അല്ല എന്ന് പറഞ്ഞ. അപ്പം
പിന്നെ അതിനെപ്പറ്റി എനിക്ക് എഴുതണമെന്നുണ്ട് അടുത്തായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തി, അതിനെപ്പറ്റി യോഗശാസ്ത്രം എഴുതിയിട്ടില്ല, അതിൻ്റെ ഭാഗമാണിതെല്ലാം. അങ്ങനെ ഒരു എനിക്ക് കുറേ എഴുതാനുണ്ട്. അതെല്ലാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലേക്ക് നീങ്ങാൻ പറ്റും, വേറൊരു എഴുത്തിലേക്ക് എന്നുള്ളതാണ് മിക്കവാറും. വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ വായിച്ചിട്ടുള്ളത് തടി കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിരുന്നു. കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതെന്തായിരുന്നു അങ്ങനെ? ഇപ്പം നേരെ തിരിച്ചു പിന്നെയും പൊക്കോണ്ടിരിക്കുക, സമ്മതിച്ചേ പറ്റൂ. അത് എന്താ കാര്യം വെച്ചാൽ അത് പിന്നെ ഇത് മനോരമയുടെ ആരോഗ്യ മാസികയിൽ വന്നതാണ്. പിന്നെ അത് മനോരമ ഓൺലൈൻ വനിത ഓൺലൈനിൽ വന്നിരുന്നു. അത് എൻ്റെ വെയിറ്റ് 87 കിലോ ആയി. അത് പല കാരണങ്ങളും. ഞാൻ സാധാരണ ഒരു വെയിറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. 70 കിലോ ഒക്കെ, പിന്നെ കുറേ നാൾ 75. ഈ കോവിഡ് വന്നപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ കാലിലൊരു ലിഗമെൻറ്റ് ടയർ വന്നു, ഇടത്തെ കാൽ. അപ്പോൾ 2-3 മാസത്തേക്ക് പിന്നെ എനിക്ക് മടി പോലും കയറാൻ പറ്റാതെ 2 മാസത്തേക്ക്. അപ്പോൾ അങ്ങനെ നടപ്പൊക്കെ നിന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കണം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറോടൊക്കെ ചോദിച്ചു, ഒരു മാർഗ്ഗം കിട്ടുന്നില്ല. പുള്ളി പറഞ്ഞത് സാരമില്ല, സാധാരണയാണ് എന്നൊക്കെ പറഞ്ഞ് 76, 77 ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇതുകൂടി ഈ ലിഗമെൻറ്റ് ടയർ കഴിയുമ്പോൾ 83 ആയി. അപ്പോൾ ഞാൻ പിന്നെ കുറേ കൂടെ ഇനിയിപ്പോൾ സൂക്ഷിക്കണം, എന്തെങ്കിലും കുറയ്ക്കാനും മാക്സിമം നടക്കാനും എല്ലാം ശ്രമിച്ചിട്ട് പിന്നെ 87 ആയി. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് മൈൽഡ് അസിഡിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഹാരം കുറയ്ക്കാൻ പറ്റില്ല. ആഹാരം ഫുൾ വേറെ ഒരു ആ ലിമിറ്റ് വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും വേണം. അങ്ങനെ പിന്നെ ഏതാണ്ട് വൈകുന്നേരങ്ങളിലായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ ചെന്നൈയിൽ പറഞ്ഞനുസരിച്ച് ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ അത് പിന്നെ രാവിലെയും വേണ്ടി വന്നു. അത് പിന്നീട് ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ലേറ്റായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കും. ആ ഇടയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സമയമുണ്ട്. ആ സമയത്തിന് നമ്മൾ ചിട്ട വെച്ച്, അപ്പം നമ്മൾ അതിനിടയിൽ പിന്നെ എന്താ പറയുക, ശ്രദ്ധിക്കാതെ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു മാറ്റം വരും. അപ്പം അത് അങ്ങനെ എന്തായാലും 87 എത്തി. അപ്പോൾ ഇത് കുറയുന്നുമില്ല. എത്ര ശ്രമിച്ചിട്ടും ഒരു മാർഗ്ഗമില്ല. ആഹാരം കുറയ്ക്കാനും പറ്റുന്നില്ല. ഈ അസിഡിറ്റി അതുപോലെ വയറിങ്ങനെ വീർത്ത് വരുന്നൊരു പ്രശ്നം കൂടെ വന്നു. കോവിഡ് രണ്ടാമത് വന്നു, 2 പ്രാവശ്യം വന്ന്. പെട്ടെന്ന് ആഹാരം കുറച്ച് താമസിച്ചാൽ വയറ് വീർത്ത് വരും. അങ്ങനെയുള്ളൊരു ആഹാരം അപ്പോൾ കഴിച്ചാലും വയറ് പിന്നെ വീർത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കൊണ്ട് അവസാനം എനിക്ക് പല പ്രശ്നങ്ങൾ വന്നു. ഫാറ്റി ലിവർ 2 വന്നു. അപ്പോൾ അതല്ലാതെ പ്രഷറും പിന്നെ ഇതൊക്കെ പ്രഷറും തൈറോയിഡും കൊളസ്ട്രോളും നേരത്തെ കുടുംബപരമായി തന്നെ നമുക്ക് കുടുംബപരം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനെ കണ്ടു. അപ്പോൾ അതറിയാം, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് പിന്നെ എന്താ പറയുക, അദ്ദേഹം വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡയറ്റീഷ്യൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡയറ്റീഷ്യൻ ഉണ്ടെങ്കിൽ ശരിയായിട്ട് വായി വെക്കാൻ കൊള്ളാമെന്നൊന്നും കിട്ടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ സ്വയം കുറയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പറ്റില്ല, ഒരു ഡയറ്റീഷ്യൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു 100% ഞാൻ കേട്ടോളാം. അത് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് 100% ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അണിവിടെ ഇല്ലാതെ ചെയ്തോളാം. അപ്പോൾ അങ്ങനെയാണ് പ്രിൻസി തോമസ് പറഞ്ഞാൽ അവിടുത്തെ ഡയറ്റീഷ്യൻ കിട്ടുക. അവർ വളരെ വലിയ അനുഗ്രഹമായിരുന്നു. അവർ തന്നതൊരു ബൈബിൾ പോലെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഗീത പോലെ വെച്ച് ഞാൻ അത് ഫോളോ ചെയ്തിരുന്നു. അതിങ്ങനെ കുറഞ്ഞ് ഓരോ മാസം 4-5 കിലോ വെച്ച് എല്ലാം എൻ്റെ ഭാര്യയുടെ കൃതിത്വമാണ്. ഇത്രയും കഷ്ടപ്പെട്ട സമയത്തിന് 6:30 മണിക്ക്, 8:30 മണിക്ക്, 10:30 മണി ഇങ്ങനെ അതെല്ലാം ആഹാരം കിട്ടി. അങ്ങനെ കുറഞ്ഞ് വന്ന് 68 ഈ 68 1.5 വർഷമായിട്ട് നിന്നിരുന്നു. ഇപ്പോൾ പിന്നെയും തിരിച്ച് പൊക്കിയുടെ ഞങ്ങൾ രാജസ്ഥാൻ ടൂർ ചെയ്തു. അപ്പോൾ അവിടെ ഒരു നിയന്ത്രണവും ഇല്ലാതെ നല്ലപോലെ കഴിച്ചു. ഇനി എന്നാ പോകുന്നത്. പിന്നെ ഡൽഹിയിൽ എനിക്ക് കമ്മിറ്റി മീറ്റിംഗ് അവിടെ വെച്ച് കഴിച്ചു. അപ്പോൾ അവിടെ വെച്ചും ഞാൻ ഇങ്ങോട്ട് കമ്മിറ്റി മീറ്റിംഗ് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് എഴുതുന്നതിന് കൂടുതലുണ്ട്. അപ്പോൾ അത് ചുരുക്കി ഇവിടെ വന്നപ്പോഴേ 77 77 ഇപ്പം അത് അവിടെ നിൽക്കുന്നു. അതിൽ നിന്ന് ഇടയ്ക്കൊന്ന് കുറഞ്ഞു. പക്ഷേ പിന്നെ ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇതായിട്ട് നിൽക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും കൂടുതൽ ദാർശനിക ഗ്രന്ഥവും ഗീതയുമായി ബന്ധപ്പെട്ടും കൂടുതൽ എല്ലാവർക്കും വേണ്ട ഗ്രന്ഥങ്ങൾ ഇനിയും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി. താങ്കളുടെ ഈ പിന്നെ എന്താണ് ചാനലും ഉത്തരോത്തരം പുരോഗമനം ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.